ഹായ് പ്ലസ് വൺ മക്കളെ, നിങ്ങളുടെ പ്ലസ് വൺ മാത്സ് എക്സാം ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു ചോദ്യം മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല നിങ്ങൾ പറയുകയാണെങ്കിൽ അത് കള്ളം പറയാണ്. നിങ്ങൾ പലതവണ പലവട്ടം പലവിധ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്ത് റിവൈസ് ചെയ്തിട്ടുണ്ട്. പല ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല ക്വസ്റ്റ്യൻ ബാങ്കുകൾ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. NCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ പോലും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. സ്റ്റിൽ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഇപ്പോഴും ഫുൾ മാർക്ക് നേടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു കോൺഫിഡൻസിൽ ഉറപ്പിച്ച് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പല കുട്ടികൾക്കും ഇപ്പോഴും A+ കിട്ടുമെന്ന് ചോദിച്ചാൽ അവർ ഉറപ്പില്ല സാറേ എന്നാ പറയാ. നല്ലൊരു ശതമാനം കുട്ടികളും ഇപ്പോഴും പാസ്സാവുമെന്ന് പോലും ചോദിച്ചാൽ പലരും ആ ഒരു സംശയം പ്രകടിപ്പിക്കും. അപ്പോൾ ഇതൊരു കോൺഫിഡൻസിൻ്റെ കുറവ് മാത്രമാണ്. മക്കളെ, നിങ്ങൾ പലതവണ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഫൈനൽ ഡേയിൽ റിവൈസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഫൈനൽ എക്സാമിന് എന്ത് ചെയ്യുക, അത് മാറ്റർ ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എക്സാം ഹോളിൽ ആ കുറഞ്ഞ സമയത്ത് നിങ്ങൾ ഇത്രയും മാസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നായിട്ട് ഓർത്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഫൈനൽ ഡേയിലെ ആ 2 ഡേയ്സിലെ റിവിഷൻ ഏറ്റവും ക്രിട്ടിക്കലാണ്. അതെങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് സയൻറ്റിഫിക് ആയിട്ട് കാണിച്ചു തരാം. എഡ്യൂബോർഡ് മക്കളെ നിങ്ങൾക്ക് വേണ്ടി 2 കാര്യങ്ങൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അവതരിപ്പിക്കുന്നു. പ്ലസ് 1 എല്ലാ കുട്ടികൾക്കും ഇതെന്താണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് കേട്ടോ. റെഡി? അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഡ്യൂബോർഡ് ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട മാക്സിമം നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് ഉപരി ആ ഓരോരോ ചോദ്യങ്ങളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ അടക്കം നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ലെവലിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അടക്കം വെച്ചിട്ടുള്ള അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് A+ ക്യാപ്സ്യൂൾ നോട്ട് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് എത്താം. അത് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ 14 ചാപ്റ്റേഴ്സിനുള്ള മാക്സിമം ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് കൃത്യമായി ഇൻഡെക്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു PDF ആയിരിക്കും. ഈ PDF എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അറിയുന്ന പാടാണ്. ഫോർ എക്സാമ്പിൾ സെറ്റൊക്കെ നിങ്ങൾക്ക് 100% ഉറപ്പാണ്. വേണം സെറ്റ് സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് പ്രശ്നം എവിടെയാണ്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾ നേരെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലെ പേജ് നമ്പർ നോക്കിയിട്ട് ആ PDF ആ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് നോക്കുക. ആ ചോദ്യങ്ങൾക്ക് അപ്പുറം നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ കൂട്ടിയേ പറ്റൂ. ഇതിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാവും. ചിലതിൻ്റെ ആൻസേഴ്സ് അവിടെ തന്നെ ഉണ്ടാവും. ചിലതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഡ്യൂബോർഡിനെ ലൈവ് കാണുക. ലൈവിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ മാരത്തോൺ ലൈവിൽ നമ്മൾ ഈ ചോദ്യങ്ങളിലെ ടൈപ്പുകളായിരിക്കും റിവൈസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു ചോദ്യം പോലും ഇതിൽ അറിയാത്തതുണ്ടാവില്ല. സോ നിങ്ങൾ 1 by 1 നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കാണാം, ആവശ്യമില്ലാത്ത വേണേൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ നിർബന്ധിക്കുന്നില്ല. ഇനി രണ്ടാമത് നമ്മൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, A+ ക്യാപ്സ്യൂൾ നോട്ട്. അതെന്താ അറിയോ, ഹാൻഡ് റിട്ടൺ ആയിട്ട് നിങ്ങൾക്ക് ഫൈനലായിട്ട് എക്സാമിൻ്റെ തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ ഒന്ന് റിവൈസ് ചെയ്യും. ഒരു ചാപ്റ്റർ ഒന്നായിട്ട് ചോദ്യം ചെയ്യാനൊന്നും സമയമില്ല, അതിൽ മൂടില്ല. ജസ്റ്റ് ചുമ്മാ അതിൽ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, അതായത് ട്രിഗ്നോമെട്രിയുമായി ബന്ധപ്പെട്ട കണ്ടോ ഫംഗ്ഷൻസ് എല്ലാം വളരെ ചുരുങ്ങിയ സ്പേസിൽ വെറും രണ്ട് പേജോളൂ ട്രിഗ്നോമെട്രി. അതിലെല്ലാ തിയറീസും അതിലെല്ലാ ഇക്വേഷൻസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു PDF ആണ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും കേട്ടോ. സോ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ മറ്റൊന്ന് റിലേഷൻ ഫംഗ്ഷൻ കണ്ടോ, ഓരോരോ ഗ്രാഫും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഫൈനലായി റിവൈസ് ചെയ്യുക. അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് സോൾവ് ചെയ്യുക. ഒരു പേടിയും വേണ്ട. കോൺഫിഡൻസോട് കൂടി എക്സാമിന് പോവുക. ഈ PDF ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഡ്രൈവിൽ ലിങ്ക് ഉണ്ടാവും. ഡ്രൈവ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ പോവുക പ്ലസ് 1 പ്ലസ് 2 എന്നുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫോൾഡറിലോട്ടാണ്. അതിൽ നിങ്ങൾ പ്ലസ് 1 കുട്ടികളാണ് പ്ലസ് 1 എടുത്തിട്ട് നേരെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. സബ്ജക്റ്റിൻ്റെ അകത്ത് എന്തുണ്ടാവും, അവിടെ സബ്ജക്റ്റിൻ്റെ അകത്ത് നിങ്ങളുടെ കറസ്പോണ്ടിങ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ലഭിക്കും. എല്ലാ PDF കൂടെ അവിടെ ലഭിക്കുന്നതായിരിക്കും. ഫ്രീ ആണ്, യാതൊരു പൈസ ഒന്നും വേണ്ട. സോ മാക്സിമം പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഒന്നെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങളുടെ നേരെ ഫ്രണ്ട്സിനോ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. PDF ലഭിച്ച ആൾക്കാർ ഒന്ന് കിട്ടിയതിന് ശേഷം റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ ലഭിക്കണേ. അപ്പോൾ ഒരു കുട്ടിക്ക് ഇത് കിട്ടാതിരിക്കരുത്. മാക്സിമം പേര് നിങ്ങൾ ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ.